കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളാണ് ക്രോണിക് സപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയപ്പെടുന്ന രണ്ട് തരം അസുഖമാണ്. 60-70% കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള കാരണവും ഈ അസുഖമാണ്. അത് രണ്ട് തരത്തിലുള്ള അസുഖമുണ്ട്. ഒരെണ്ണം സേഫാണ്, ഒന്ന് അൺസേഫാണ്. അത് കുട്ടികളിലും ഉണ്ടാവാറുണ്ട്, മുതിർന്ന ആൾക്കാരിലൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് ഡോക്ടർ രാമചന്ദ്രൻ. ഞാൻ KMCD മെഡിക്കൽ കോളേജിലെ ENT HOD ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളാണ് രണ്ട് അസുഖത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്രോണിക് സപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയപ്പെടുന്ന രണ്ട് തരം അസുഖമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. 60-70% കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള കാരണവും ഈ അസുഖമാണ്. അപ്പോൾ എന്താണ് ഈ CSOM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെവിയുടെ ഉള്ളിലത്തെ പഴുപ്പ് വന്ന് ചെവിയുടെ കർണ്ണപടം അഥവാ ടിമ്പാനിക് മെംബ്രെയിൻ പൊട്ടി അതുകൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ്. അത് രണ്ട് തരത്തിലുള്ള അസുഖമുണ്ട്. ഒരെണ്ണം സേഫാണ്, ഒന്ന് അൺസേഫാണ്. എന്ന് വെച്ചാൽ സേഫ് എന്ന് വെച്ചാൽ ഫുള്ളി സേഫ് എന്നല്ല അർത്ഥം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കില്ല എന്നർത്ഥം. ഒരെണ്ണം സേഫാണ്, മറ്റത് അൺസേഫാണ്. അപ്പോൾ എന്താണ് സേഫ് എന്ന് ഞാൻ ആദ്യം പറയാം. സാധാരണ കുട്ടികളിൽ മൂക്കടപ്പ്, ജലദോഷം വരുമ്പോൾ മൂക്കിൽ നിന്നുള്ള ഇൻഫെക്ഷൻ മൂക്കിൻ്റെ ബാക്ക് സൈഡിലോട്ട് വ്യാപിച്ച് അവിടുന്ന് ചെവിയിലോട്ട് കണക്ട് ചെയ്യുന്ന യൂറ്റേഷൻ ട്യൂബ് വഴിക്ക് ചെവിയുടെ ഉൾഭാഗത്തെത്തി ആ ഇൻഫെക്ഷൻ അവിടെ കിട്ടുന്ന അത് പഴുപ്പായി മാറി അങ്ങനെ കർണ്ണപടം പൊട്ടി പഴുപ്പ് വരും. ഈ പൊട്ടി ദ്വാരമായിട്ടുള്ള അവസ്ഥ ശരിയായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ നല്ല വലിയ അസുഖമായി മാറി കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ പാടം പൊട്ടുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ തന്നെ നമ്മൾ അത് കണ്ടുപിടിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ അത് 100% അത് മാറിക്കിട്ടും. പിന്നെ പല കേസുകളും പാടയെല്ലാം പൊട്ടി കേൾവിക്കുറവായിട്ടാണ് വരാറ്. അത് കുട്ടികളിലും ഉണ്ടാവാറുണ്ട്, മുതിർന്ന ആൾക്കാരിലൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഴുവഴുപ്പുള്ള ദ്രാവകം ഒരുപാട് വരും, പക്ഷേ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ, ജലദോഷം മൂക്കടപ്പ് കൂടുമ്പോൾ ഇടയ്ക്ക് വേദന, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ അത് പരിശോധിച്ച് നോക്കുമ്പോൾ ടിമ്പാനിക് മെംബ്രെയിനകത്ത് വലിയ ദ്വാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എത്രമാത്രം കേൾവിയെ ബാധിച്ചിട്ടെന്ന് അറിയാനാണ് സിമ്പിളായിട്ടുള്ള ഓഡിയോമെട്രി എന്ന ടെസ്റ്റ് മുഖാന്തരം നമുക്ക് എത്ര ശതമാനം കേൾവിക്കുറവ് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 3 ചെറിയ അസ്ഥികളുണ്ട്, അതാണ് ശബ്ദം ഉള്ളോട്ട് എത്തിക്കുന്നത്. അതിൻ്റെ ചലനശേഷി ഇത് ബാധിച്ചിട്ടുണ്ടോയെന്ന് അതും ഈ ഓഡിയോമെട്രി, ടിമ്പാനോമെട്രി എന്ന് പറയുന്ന 2 ടെസ്റ്റ് കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ചികിത്സ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കേസുകളിൽ ഒരിക്കലും വെള്ളം കടക്കാണ്ട് മാക്സിമം നിങ്ങൾ നമ്മുടെ ചികിത്സയുടെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ചെവിക്കകത്ത് വെള്ളം കയറണം നോക്കുക. വെള്ളം കയറി കഴിഞ്ഞാൽ ഈർപ്പത്തിൻ്റെ അംശം കൂടും, ചെവിയിൽ വീണ്ടും ഇൻഫെക്ഷൻ വരും, നീര് വരും, ഫംഗസ് ഒക്കെ വരും. അപ്പോൾ വെള്ളം കടക്കാണ്ട് ഡ്രൈ ആക്കി വെക്കുക, അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ വല്ലാതെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കും ഇയർ ഡ്രോപ്സും ജലദോഷം മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള മരുന്ന് എല്ലാം കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യാം. ഒരിക്കൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർമനൻറ്റ് ചികിത്സ ഈ പൊട്ടിപ്പോയ കർണ്ണപടം നമ്മൾ വേറെ ഒരു തൊലി വെട്ടിയെടുത്ത് അത് അടയ്ക്കലാണ്. അതിനാണ് മെറിംഗോപ്ലാസ്റ്റി അഥവാ ടിമ്പാനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഒരു 99.9% ആൾക്കാർക്കും ഇതുകൊണ്ട് നല്ല കേൾവി കിട്ടും, നിയർ നോർമൽ കേൾവി കിട്ടും, മറ്റു കോംപ്ലിക്കേഷനൊന്നുമില്ല. അതാണ് സേഫ് ടൈപ്പ് ഓഫ് CSOM അഥവാ CSOM TTD, ട്യൂബോ ടിമ്പാൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇനി മറ്റത് അൺസേഫ് എന്ന് പറയും. അൺസേഫ് എന്ന് പറയുന്നത് അത് ഡേഞ്ചറസ് ആയ ടൈപ്പാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ചെവിയുടെ ഉള്ളിൽ നിന്ന് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് അസ്ഥികളൊക്കെ ദ്രവിച്ച് ഉള്ളിലോട്ട് കയറി വളരെ സീരിയസ് ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് ഡേഞ്ചറസ് അഥവാ അൺസേഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളിലും കുറച്ച് വ്യത്യാസങ്ങൾ കാണും. വലിയ പഴുപ്പുണ്ടാവില്ല, വളരെ കുറച്ച് പഴുപ്പേ ഉണ്ടാവുള്ളൂ. ആൾക്കാർ ചിലപ്പോൾ അതിനെ നോട്ട് ചെയ്യപ്പെടുക തന്നെ ഇല്ല. ഭയങ്കര ഫൗൾ സ്മെല്ലായിരിക്കും. എല്ല് ദ്രവിക്കുന്നതുകൊണ്ടും പ്രത്യേകതരം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉള്ളതുകൊണ്ടും കോളിസ്റ്റീറ്റോമ എന്നുള്ള ഒരു ബട്ടർ ലൈക്ക് മെറ്റീരിയൽ മിഡിലിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അതാണ് ഈ ബോൺ ഒക്കെ ഇറോഡ് ചെയ്ത് ഉള്ളിലോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണം. അത് അസ്ഥികളെ ദ്രവിപ്പിക്കും, അവിടെ ദശ പോലെ വരും, കേൾവി പോവും, ആളുടെ വായ കൂടി പോവും, പിന്നെ മറ്റ് ബ്രെയിനിൻ്റെ പല ഭാഗത്തോട്ടും വ്യാപിച്ചിട്ട് അനവധി കോംപ്ലിക്കേഷനാണ് പണ്ട് കാലത്ത് ഉണ്ടാകാറുള്ളത്. അത് CT ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്ത്. ഇപ്പം നമുക്കത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ നന്നായി അസസ് ചെയ്ത് ബെറ്റർ സർജറികൾ, മൈക്രോസ്കോപ്പിക് സർജറി ഉള്ളതുകൊണ്ട് ഈ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ വളരെ 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 കുറവാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു CT എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓട്ടോ എൻഡോസ്കോപ്പി ചെയ്ത് ഇതിൻ്റെ അകത്ത് എത്രത്തോളം അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിനൊപ്പം തന്നെ HRCT എന്ന ടെമ്പറൽ ബോണ്ട് CT എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്തോട്ട് വ്യാപിച്ചിട്ടുണ്ട്, കേൾവി ഞരമ്പ്, വായിലോട്ട് വരുന്ന ഞരമ്പുകളൊക്കെ അതിൻ്റെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഓപ്പറേഷൻ കുറച്ചും കൂടി വലിയ ഓപ്പറേഷനാണ്. അത് ചെവിയുടെ പുറകിലുള്ള മാസ്റ്റോയ്ഡ് ബോൺ ഓപ്പൺ ചെയ്ത്
ദ്രവിച്ച എല്ലുകളൊക്കെ എടുത്തു കളഞ്ഞ് ഹെൽത്തി ബോൺ കാണുന്നവരെ ഈ ദ്രവിച്ച എല്ലുകൾ മാറ്റി അസ്ഥികൾ തേഞ്ഞുമായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് വേറെ അസ്ഥികൾ കൃത്രിമമായിട്ട് വെച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ വിട്ടുപോയ ടിമ്പാനിക് ബ്രെയിൻ നമുക്ക് ടെമ്പറൽ ഫേഷ്യ എന്ന ഒരു മസിലിൻ്റെ പുറത്തുള്ള ലെയർ കൊണ്ട് അടച്ച് നമുക്ക് ഒരു നിയർ നോർമൽ ചെവിയാക്കി എടുക്കാൻ കഴിയും ആദ്യമേ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഈ അൺസേഫ് അഥവാ ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് CSOM. അതാണ് വേറെ ഒരു മേജർ കാറ്റഗറി. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് CSOM എന്ന ഈ അസുഖത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതാണ് മേജർ കേൾവിക്കുറവ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം.